മണിപ്പൂരിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വഴിത്തിരിവ്. കൺറോഡ് ദാഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. BJP കഴിഞ്ഞാൽ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് 7 MLA-മാരുള്ള NPP. സംസ്ഥാനത്ത് സമാധാനം തിരികെ കൊണ്ടുവരാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ ആഴത്തിലുള്ള ആശങ്ക പങ്കുവച്ചുമാണ് NPP സർക്കാരിൽ നിന്നും പിന്മാറുന്നത്. NPP-യുടെ മാറ്റം ബിരേൻ സിംഗ് സർക്കാരിന് ഉടനടി ഭീഷണിയാകില്ല. 60 അംഗ നിയമസഭയിൽ 37 എന്ന മാന്ത്രിക സഖ്യമായാണ് BJP ഭരണത്തിൽ ഇരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് കൺറോഡ് സാഗ്മയിൽ നിന്നും BJP-ക്ക് നേരിട്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രാദേശിക അടിത്തറയുള്ള NPP-യുടെ പിന്മാറ്റം സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കിയുള്ളതാണ്. ജനങ്ങളുടെ പ്രതിഷേധം ഉൾക്കൊള്ളേണ്ടതായി സാഗ്മയുടെ പാർട്ടിക്ക് വ്യക്തമാക്കിയിരുന്നു. ഇത് BJP സർക്കാരിനുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ്. തങ്ങളുടെ പിന്മാറ്റം സർക്കാരിന് ഭീഷണിയാകുമെന്ന് തന്നെയാണ് NPP പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിച്ച ഒരു NPP MLA അതിന്റെ കാരണവും വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. നിലവിൽ 7 കുങ്കി MLA-മാർ സർക്കാരുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ 7 NPP MLA-മാർ കൂടി മാറിയാൽ അദ്ദേഹം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പാടുപെടും. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ കഴിവുകേടിന്റെ പേരിൽ ചോദ്യം ചെയ്താണ് പിന്മാറ്റത്തിനുള്ള കാരണത്തെ കൺറോഡ് സാഗ്മ ന്യായീകരിക്കുന്നത്. സമാധാനം തിരികെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടുവെന്ന് സാഗ്മ കുറ്റപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാർ സംഘർഷം പരിഹരിക്കുന്നതിലും സമാധാനം പുലർത്തുന്നതിലും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാണ് NPP വിശ്വസിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂരിലെ ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്നാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ സംബോധന ചെയ്ത് തയ്യാറാക്കിയ കത്തിൽ NPP അധ്യക്ഷൻ കൺറോഡ് സാഗ്മ വിശദീകരിക്കുന്നത്. നിരപരാധികളായ നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും ജനം ദുരിതത്തിലാകുന്നതുമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഗ്മയുടെ കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റുന്നതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും തുടങ്ങി. സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചതിന് പിന്നാലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ K ഹേമേന്ദ്ര രംഗത്ത് വന്നു. മണിപ്പൂരിന്റെ സമാധാനം തിരികെ പിടിക്കാൻ പുതിയൊരു ജനവിധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ 4 MLA-മാരും നിയമസഭയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണെന്നാണ് ഹേമചന്ദ്ര അറിയിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരെ ജനരോഷം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത്. ജിരിബാം നദിയിൽ ഒരു മെയ്തി സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അക്രമാസക്തരായ ജനക്കൂട്ടം മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകൾ തീവിച്ചു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ കോളിളക്കത്തിലേക്ക് മണിപ്പൂർ വീണത്. ജില്ലയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കാണാതായ സ്ത്രീയുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് നദിയിൽ കണ്ടെത്തിയത്. ഹമർ തീവ്രവാദികൾ ക്യാമ്പിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇവരെ കാണാതാവുകയും ചെയ്തിരുന്നത്. CRPF ജവാന്മാരുടെ പ്രത്യാക്രമണത്തിൽ 10 ഹമർ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ സംഘർഷം സംസ്ഥാന BJP ഘടകത്തിനുള്ളിലും അസ്വസ്ഥതകളും വിഭജനവും സൃഷ്ടിക്കുന്നുണ്ട്. പാർട്ടിയുടെ ഏതാനും MLA-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് NPP-യുടെ പിന്മാറ്റം. എന്നാൽ BJP MLA-മാർക്ക് ഇതുവരെ ആഭ്യന്തരമന്ത്രിയെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുമില്ല. ചില പാർട്ടി MLA-മാർ രാജിവെച്ചു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു BJP MLA മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അമിത്ഷാ മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മണിപ്പൂർ സുരക്ഷാ സാഹചര്യങ്ങൾ ഷാ വിലയിരുത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളതും. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ഷാ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്നു. തിങ്കളാഴ്ച വീണ്ടും യോഗം ചേരുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്.